വെൽക്കം ടു ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബ്. നമുക്ക് സുന്ദരിക്കുട്ടിയുടെ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ഒരു മകളുടെ അച്ഛനമ്മേനെയും നമുക്ക് പരിചയപ്പെടുത്താം. സാർ, എന്താണ് പേര്? ശ്രീരാജ്. മേഡത്തിൻ്റെ പേര് ദീപിക. എവിടെ നിന്നാണ് സാർ? സ്ഥലം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ അമ്പലകുന്ന്. ഓക്കെ. മകളുടെ പേരെന്താണ്? ശ്രീകാന്ത്. എത്രയിൽ പഠിക്കുന്നു? ഇനി ആറിലേക്കാണ്. ഓക്കെ. മകളുടെ പെർഫോമൻസ്, ഇതുവരെയുള്ള പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് പറയുന്നു? കുഴപ്പമില്ല. മകൾക്ക് ഇങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെന്ന്, അതായത് പഠനത്തിനേക്കാളും മുകളിലുള്ള കുറച്ച് കഴിവുകളുണ്ടെന്ന് എപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കാൻ. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ സപ്പോർട്ടുകളാണ് മകൾക്ക്? കുഞ്ഞിലേ മുതലേ മോള് എവിടെ ഡാൻസ് പ്രോഗ്രാമിന് കാണിക്കാൻ കൊണ്ടുപോയാലും സ്റ്റേജിൽ കയറി ഭയങ്കര ഡാൻസും ബഹളവും പാട്ടും എല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പോഴും നമുക്ക് മനസ്സിലായി മോൾക്ക് ഇതിനോട് താല്പര്യമുണ്ടെന്ന്. അങ്ങനെ നമ്മൾ 3 വയസ്സായപ്പോൾ തന്നെ ഡാൻസ് പഠിക്കാനായിട്ട് കൊണ്ടാക്കി. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ചെയ്യുന്നുമുണ്ട്. ശരി. സുന്ദരിക്കുട്ടിയുടെ ഈ വലിയൊരു സ്റ്റേജിൽ നിങ്ങൾ എത്തപ്പെട്ടുമല്ലോ, നിങ്ങൾ മകളെ എത്തിപ്പെട്ടുമല്ലോ. ലൈക്ക് എങ്ങനെ തോന്നുന്നു ഇപ്പോൾ ഫീലിംഗ്? നല്ലൊരു ഇതാണ് തോന്നുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവളൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. ഓക്കെ. ഈ മറ്റു മാതാപിതാക്കളോട് സ്വന്തം മക്കളുടെ കഴിവുകൾ കണ്ടെത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? സ്വന്തം മക്കളുടെ കഴിവുകൾ അവർ കണ്ടുപിടുത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്യണം? മാതാപിതാക്കളോട് നിങ്ങളുള്ള എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കുഞ്ഞുനാളിൽ അവരുടെ കഴിവുകളെ കണ്ടെത്തി ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിലേക്ക് ഉയർന്നു വരും. ഇപ്പം ഡാൻസ് ആയാലും പാട്ടായാലും പഠിക്കുന്ന കാര്യമായാലും ഏതായാലും അവർക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരണം. ഓക്കെ. മകൾ ഭാവിയിൽ ആരാകണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആരാകണം എന്നാണ് മകൾ പറഞ്ഞത്? എഞ്ചിനീയർ ആകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാറിൻ്റെ പ്രൊഫഷൻ എന്താണ്? എൻ്റെ എഞ്ചിനീയറാണ്. ഓക്കെ. എഞ്ചിനീയറിംഗ് മേഖലയിൽ ലൈക്ക് അവൾക്ക് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ കുറേ സാറിന് അറിവുണ്ടായിരിക്കുമല്ലോ. ഇതൊക്കെ മകൾക്കും കൂടി പകർന്നു കൊടുക്കാൻ തയ്യാറല്ലേ? അതെ. അപ്പോൾ അച്ഛനമ്മമാർ സ്വന്തം ആർജിച്ചെടുത്ത കഴിവുകൾ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊടുക്കണം അല്ലേ? നല്ലൊരു മെന്റർ ആകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പം തന്നെ എനിക്കുള്ള സൈറ്റുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴേ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? സംശയങ്ങൾ ചോദിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം മകളുടെ ആ മേഖലയിലുള്ള താല്പര്യമാണ് അവിടെ കാണിക്കുന്നത് അല്ലേ? അത് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെക്കാളും വലിയൊരു എഞ്ചിനീയർ ആകാൻ സാധിക്കും. ഒരുപക്ഷെ 15 വയസ്സിന് മുന്നേ ഒരുപക്ഷെ ഒരു എഞ്ചിനീയർ ആവാനുള്ള കഴിവ് മകൾക്ക് ഉണ്ടാവാം അല്ലേ? തീർച്ചയായിട്ടും. അത് ശ്രമിച്ചാൽ കഴിഞ്ഞാൽ മാത്രമേ പറയാനുള്ളൂ. എന്താണ് അടുത്ത തലമുറയിലുള്ള കുട്ടികളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല രീതിയിൽ വളർന്നു വരണം, അച്ഛനെയും അമ്മയും സ്നേഹിക്കണം, കുടുംബത്തോട് സ്നേഹം വരണം. അതിലുപരി മറ്റ് ഈ മദ്യം മയക്കുമരുന്ന് അങ്ങനെയുള്ള രീതിയിലേക്ക് തിരിഞ്ഞു പോകാതെ ആ ഒരു ലഹരി കുടുംബത്തിലേക്ക് തിരിച്ചുവിട്ട് നല്ലൊരു ഭാവി കണ്ടെത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. ഈ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കേണ്ടതില്ലേ? അടുത്ത തലമുറ ഇനിയിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന തൊഴിൽ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ അവർ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കൂടെ ആവശ്യമുള്ളതല്ലേ? തീർച്ചയായും. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.